പൊന്നാനി രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ പൊന്നാമ്പുരം കോട്ടയാണ്. പൊന്നാനിയിൽ ജയമുറപ്പിച്ച് UDF സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനി. എന്നാൽ ലീഗിൽ നിന്ന് നടത്തിയ വിമതനെ സ്ഥാനാർത്ഥിയാക്കി ലീഗ് വോട്ട് പിടിച്ചെടുത്ത് ജയിച്ചു കയറാൻ LDF. മുന്നോക്ക വോട്ടുകളിലൂടെ വോട്ട് വീതം കൂട്ടാൻ ലക്ഷ്യമിട്ട് BJPയും. ലീഗിന് പാരയായി പാളയത്തിൽ പട, ഇടതിന് തലവേദനയായി നിഷ്പക്ഷ വോട്ടുകൾ. വ്യക്തിപ്രഭാവം വോട്ടാവുന്നതോടെ വൻ ഭൂരിപക്ഷം ലക്ഷ്യമിട്ട് സമദാനി. എന്തുതന്നെയായാലും പൊന്നാനിയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ ഞങ്ങൾ നടത്തിയ ആർക്ക് വോട്ട് എന്നുള്ള ചോദ്യത്തിന് വോട്ടർമാർ തന്നെ മറുപടി പറയുന്നു. ലീഗ് പഞ്ചറായിട്ട് ഒഴിവാക്കിയ സാധനം എടുത്തിട്ടാണ് അപ്പോൾ അത് എത്ര കണ്ട് അവർക്ക് തന്നെ ഉപകാരപ്പെടും എന്നുള്ളത് ഈ നല്ലവരായിട്ടുള്ള CPMലുള്ള മാർക്സിസ്റ്റ് ജയിക്കും, KSMC ജയിക്കും. എന്നുവെച്ചാൽ ഇവിടെ ഒട്ടനവധി വികസന കാര്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തിട്ടുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ അംശ ജയിക്കണമെന്നാണ്. BJPക്കല്ല വോട്ട് ചെയ്യാൻ ആരും ആഗ്രഹിക്കില്ല. BJP സർക്കാർ എത്രയും പെട്ടെന്ന് ഒഴിവായി കിട്ടണമെന്ന്. ഇന്ന് ഞങ്ങളുടെ യാത്ര തവനൂർ പൊന്നാനി മണ്ഡലത്തിലൂടെയാണ്. തവനൂർ പൊന്നാനി നിയമസഭാ മണ്ഡലങ്ങൾ LDFന് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. ഈ 2 നിയമസഭാ മണ്ഡലങ്ങളും LDFന്റെ കൈകളിലാണ്. വോട്ടർമാരോട് നമുക്ക് ചോദിക്കാം. പൊന്നാനി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ പ്രധാനമായും LDFും UDFും തമ്മിലാണ് മത്സരം. LDFനെ സംബന്ധിച്ചിടത്തോളം നല്ല വിജയ സാധ്യത ഉണ്ട്. അതെന്തായാലും സമാധാനം തന്നെയായിരിക്കും. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ മുസ്ലിം ലീഗാണ് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടും ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ കോൺഗ്രസ് വരണമാണോ അതോ BJP തന്നെ? ഇന്ത്യ മുന്നണി വരണം. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു ഭരണസമിതി ഇന്ത്യയിൽ വരണം. എന്നാലേ മറ്റു ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. 20 സീറ്റിലും വിജയിക്കും. ഉറപ്പിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണി വളരെ ശക്തമാണ്. മോഡിൻ്റെ ഒക്കെ അഴിമതിയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും മറ്റുള്ള ന്യൂനപക്ഷങ്ങളോടുള്ള ഒരു എതിർപ്പൊക്കെ ഇതിൽ പ്രതിഫലിക്കും. പിണറായി സർക്കാരിൻ്റെ ഭരണം വളരെ മോശപ്പെട്ട ഭരണമല്ല, എല്ലാവർക്കും അറിയുന്നതല്ലേ. അത് പറയാനൊന്നുമില്ലല്ലോ. ജനങ്ങൾ എന്നോ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഇലക്ഷൻ വരാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കാത്തിരിക്കുകയാണ് ആ പ്രതികരണത്തിനായി. അത് ഈ ഇലക്ഷനിൽ ശരിക്കും ഇവിടുത്തെ ഭരണകൂടത്തിന് ഒരു മെസ്സേജ് തന്നെ. അതിന് എത്ര വലിയ CPMൻ്റെ ഒരു നേതാക്കന്മാർ വന്നിട്ട് കാര്യമില്ല. അത് ഞങ്ങൾ ഉറച്ച അതും തന്നെയല്ല. ഇവിടെ എന്താ പറഞ്ഞുണ്ടാക്കുന്നത് CPM മുസ്ലിം ലീഗിന്റെ മുന്നിലെ ടയർ മുന്നിൽ കിട്ടി. പക്ഷെ ലീഗ് പഞ്ചറായിട്ട് ഒഴിവാക്കിയ സാധനം എടുത്തിട്ടാണ് അവരാണ്. അപ്പോൾ അത് എത്ര കണ്ട് അവർക്ക് തന്നെ ഉപകാരപ്പെടും എന്നുള്ളത് ഈ നല്ലവരായിട്ടുള്ള CPMലുള്ള നല്ലവരായിട്ടുള്ള CPMമാരുണ്ട്. അവർക്ക് തന്നെ അറിയാം ഇത് എന്തായാലും എവിടെ എത്തൂലെന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, അതൊക്കെ പോയി കിട്ടും. അതോടെ അവരെ ഖജനാവ് കാലിയാവും. പൊന്നാനി മണ്ഡലത്തിൽ ആര് ജയിക്കുന്നാണ്? സമദാനി പറയാൻ കാരണം സമദാനി നല്ലൊരു പ്രവർത്തകനാണ്. അയാൾ ജാതി മതം അല്ലെ പാർട്ടിപരമായിട്ടുള്ള ആളല്ല. അയാൾക്ക് എല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ള സംസാരം. അയാൾ നല്ല ഭരണത്തിന് നല്ല ആളാണ്. ഞങ്ങൾക്ക് അയാൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ നാട് ഒറ്റക്ക് നന്നാവും. അതാണ് ഞാൻ പറയാനുള്ളത്. പിന്നെ നമുക്ക് പാർട്ടിപരമായിട്ടുള്ളത് നമുക്ക് ഓരോ ഘട്ടമായിട്ട് നിൽക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളിലും ഉള്ളത്. അത് 2 വകുപ്പിലെന്ന് വിചാരിച്ച് ഞങ്ങൾ പോകില്ല. ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണത് അത് ചെയ്യണതെല്ലാം നമ്മൾ ഒരേപോലെ ആയിരിക്കണം. എല്ലാവർക്കും ഒരുപോലെ ഗുണം കിട്ടണം. നമ്മളെ പാർട്ടിക്ക് മാത്രമായിട്ട് ചെയ്യണമെന്നല്ല, എല്ലാവർക്കും ചെയ്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് നമുക്കുള്ളത്. അതിന് പറ്റിയ ആളാണ്. എന്ത് സംസാരിക്കാനും മൂപ്പർക്ക് കഴിവുണ്ട്. എന്ത് ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ എവിടെ ചെന്ന് എന്ത് ചെയ്യണമെന്നും മൂപ്പർക്ക് കഴിവുണ്ട്. എല്ലാ കാര്യത്തിലും അയാൾ നല്ലൊരു ഉത്തരവാദിത്തമുള്ള ആളാണ് ഞങ്ങൾക്ക് തന്നെ തോന്നപ്പെട്ടാണ്. പണ്ട് അത് ഇന്നല്ല, ഇന്നലെ ഇവിടെ വന്നിട്ടുമല്ല, മുമ്പേ നമുക്ക് സമുദായത്തിനെ പറ്റിയാണ്. ചെറുതാവുമ്പോഴേ കേൾക്കുന്ന ഒരു പ്രാസംഗികനാണ്. മദീനയിലേക്കുള്ള ഒരു പാത അത് ആ ചെറുപ്പത്തിലേ കേൾക്കുന്ന ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഭരണാധികാരി ആവുമെന്നാണ് പറയാനുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് ആണ് BJP? കോൺഗ്രസിന് കിട്ടണം എന്നാണ് പ്രാർത്ഥന. ഇനി എന്താന്നുള്ളത് അറിയില്ല. BJP വായിച്ചിട്ടാണല്ലോ ഞങ്ങൾ ഈ കോലത്തിലായത്. എന്താ
പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ പിണറായി സർക്കാരും അങ്ങനെ തന്നെ എല്ലാം കൂടി നമ്മളെ കുത്തി പുറത്താക്കിയാണ്. പഞ്ചായത്ത് ഭരണത്തിലും 10 കൊല്ലം പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട് മാർക്സിസ്റ്റുകാർ. എന്താ ഇവിടെ പ്രവർത്തനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ഇത് ഇവർക്ക് ഇവർ തടയില്ല. ഇവരവർക്ക് സഖ്യായി നിന്ന് കൊടുക്കും. സഖ്യായി നിന്നിട്ട് ഇത് അന്നമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പെണ്ണുങ്ങളെ തെരുവിലിറക്കണം ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഇലക്ഷന്റെ ഡേറ്റ് തന്നെ വെള്ളിയാഴ്ച വെച്ചിട്ടുള്ളത്. അവര് ഡേറ്റ് വെള്ളിയാഴ്ചയാണല്ലോ ഇലക്ഷന്. അത് തന്നെ നമ്മൾ മുസ്ലിംസിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതൊക്കെയാണ് പറയാനുള്ളത്. സമദാനി സാഹിബാണ് കേൾക്കുമോ പറയാൻ കാരണം എന്താ? ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ സമദാനി സാഹിബ് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഉറപ്പായിട്ടും സമദാനി സാഹിബിന് കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് ആണോ BJP ആണോ? കോൺഗ്രസ്. പറയാൻ കാരണം ന്യൂനപക്ഷങ്ങളെപ്പം നിൽക്കുന്നതുകൊണ്ട് ജാതിമത ഭേദമൊന്നുമില്ലാതെ എല്ലാത്തിനും സഹായിക്കാനും എല്ലാത്തിനും നല്ല ആളാണ്. പൊന്നാനി മണ്ഡലത്തിൽ ആര് ജയിക്കുന്നതാണ്? സമാധാനം. പറയാൻ കാരണം എന്താ? കാരണം എല്ലാം കൊണ്ട് സമാധാനം തന്നെയാണ് ജയിക്കുക. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയാണ് സമാധാനികൾ. അല്ലാതെ എംസനെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളത് നമ്മൾ കുറേ കാലം മുമ്പേ അറിയുന്നില്ല. പ്രതിപക്ഷത്തിനെ കൊണ്ട് കഴിയില്ല അവർ തന്നെ പറയുന്നത്. കേന്ദ്ര സർക്കാർ മറ്റേ ഇന്ത്യ മുന്നണി വരണം. അതാണ് ഇവിടെ ആവശ്യം. നമുക്ക് പിന്നെ വർഗീയമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ സാധാരണക്കാരുടെ ഇടയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കി കൊണ്ടിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമല്ല നമുക്ക് ആവശ്യം. നമുക്ക് ആവശ്യം എന്താണ്? ഇവിടെ എല്ലാവരും തുല്യരായി ജീവിക്കണം. ആ ജീവിതത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കുള്ളൂ. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ BJPക്കെല്ലാം വോട്ട് ചെയ്യാൻ ആരും ആഗ്രഹിക്കില്ല. BJP സർക്കാർ എത്രയും പെട്ടെന്ന് ഒഴിവായി കിട്ടണമെന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം ഇല്ലാത്ത നിയമങ്ങളും ഇല്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടാക്കി കൊണ്ടിട്ട് തമ്മിൽ വെറുപ്പുണ്ടാക്കി കൊണ്ടിട്ട് ഇവിടെ ലീഗിനാണ് സാധ്യത കൂടുതലും. പക്ഷേ ഈ പ്രാവശ്യം ഒരു അട്ടിമറി നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറച്ചിൽ, പൊതുവേ ഉള്ളൊരു പറച്ചിൽ. എൻ്റെ അഭിപ്രായത്തിൽ അംശ ജയിക്കണമെന്നാണ്. ഇവിടെ ഇപ്രാവശ്യം മാർക്സിസ്റ്റ് ജയിക്കും, KS ഹംസ ജയിക്കും. എന്നുവെച്ചാൽ ഇവിടെ ഒട്ടനവധി വികസന കാര്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തിട്ടുള്ളൂ. പൊന്നാനി ജയം എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാത്തൊരു സമയമാണിപ്പോൾ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ഇലക്ഷനിൽ റെക്കോർഡായിരുന്നു. അതിൻ്റെ മുമ്പാണ് ഇപ്പോൾ LDF 27,000 കൊടുത്ത് നിർത്താൻ പറ്റിയത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇതെല്ലാം വോട്ടർമാരെ കയ്യിൽ കിടക്കണം. നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പൊന്നാനിനെ സംബന്ധിച്ച് നോക്കണം, പൊന്നാനി നിയമസഭാ മണ്ഡലം LDF ആണ് മുൻതൂക്കമുള്ളത്. പിന്നെ അവിടുന്ന് വടക്ക് പോകുന്നതിനനുസരിച്ചാണ് മാറ്റം വരിക. പിന്നെന്താണ് കേന്ദ്രത്തിൽ? അതാണ് നമുക്ക് ആവശ്യം. നമ്മളെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മതനിരപേക്ഷത. പിന്നെ നമുക്ക് വിധിച്ചിട്ടുള്ളതായിട്ടുള്ള നമുക്ക് വേണ്ട ഭക്ഷണം നമ്മൾ കഴിക്കണം, നമുക്ക് വേണ്ട വസ്ത്രം നമുക്ക് ധരിക്കണം, നമുക്ക് യാത്ര ചെയ്യണം. ഇപ്പം മൃഗങ്ങളല്ല, മനുഷ്യർക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. മൃഗങ്ങൾക്ക് മുൻഗണന കൊടുത്ത് മനുഷ്യരില്ലായ്മ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മാറ്റം ഇന്ത്യയിൽ ആവശ്യമാണ്.